നമസ്കാരം. അശ്വിൻ എന്ന രവിചന്ദ്ര അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമ്പോൾ ഇന്ത്യക്ക് നഷ്ടമാകുന്നത് ഏത് ദുർഘട സമയത്തും എടുത്തു പ്രയോഗിക്കാമായിരുന്ന വജ്രായുധങ്ങളിലൊന്നാണ്. സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ ഇന്ത്യയുടെ അഭിമാന താരം അശ്വിൻ വിടവാങ്ങുമ്പോൾ ഇനി എങ്ങനെ എന്നൊരു ചോദ്യത്തിലേക്ക് കൂടി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അതെടുത്തെറിയുന്നുണ്ട്. എറിയാൻ അറിയാവുന്നവന്റെ കയ്യിൽ പന്തും അടിക്കാൻ അറിയാവുന്നവന്റെ കയ്യിൽ ബാറ്റും ഭദ്രമാണെങ്കിൽ ഓൾറൗണ്ടറുടെ കയ്യിൽ ക്രിക്കറ്റ് തന്നെ ഭദ്രം. ഗെയിമിനെ ഭദ്രമായി കാക്കുന്ന അശ്വിനെ കുറിച്ച് പറയുമ്പോൾ ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ പോലെ നിന്ന് ബാറ്റ് കൊണ്ട് പ്രതിരോധം തീർക്കുന്ന ആ അവിസ്മരണീയ കോംബോ പറയാതെ പോകുന്നത് എങ്ങനെ? രവിചന്ദ്ര അശ്വിനും രവീന്ദ്ര ജഡേജയും ഒന്നിച്ചു ക്രീസിലിറങ്ങിയാൽ പിന്നെ കളി കണ്ടു തന്നെ അറിയണം. ഓരോ പന്തും പറക്കുന്ന ആ കാഴ്ചയും സ്കോറുകൾ കുതിച്ചുയരുന്ന ആ നിമിഷങ്ങളും കണ്ടില്ലെങ്കിൽ പിന്നെ എന്തു കളി കാണലാണ്? നിലച്ചിരിക്കാതെ അശ്വിൻ വിരമിക്കുമ്പോൾ ഇനി ആ മാന്ത്രിക സൗഹൃദം തീർക്കുന്ന റൺസ് മഴയും ഓർമ്മയാണ്. അത്രത്തോളം പാരസ്പര്യമുള്ള ഒരു കോംബോ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഉണ്ടാകണമെങ്കിൽ ഇനിയും നാളുകൾ എത്ര കാത്തിരിക്കണം. ആരായിരുന്നു രവിചന്ദ്ര അശ്വിൻ? ദക്ഷിണേന്ത്യക്ക് പൊതുവെ അപ്രാപ്യമെന്ന് അപശ്രുതിയുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് നടന്നു കയറിയ തമിഴ്നാട്ടുകാരനായ 24-കാരൻ പയ്യൻ. എളുപ്പമായിരുന്നില്ല ആ യാത്ര. കഷ്ടതയുടെയും ദുരിതങ്ങളുടെയും നാളുകളെ കഠിനാധ്വാനവും ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവും കൊണ്ട് മറികടന്നു വന്ന ചോരത്തിളപ്പുള്ള ആ പയ്യൻ ഇന്ന് ഇന്ത്യ ഒട്ടാകെ ആഷെന്ന് നെഞ്ചോട് ചേർത്ത് വിളിക്കുന്ന അഭിമാന താരമായെങ്കിൽ, ആരും കൊതിക്കുന്ന നിലയിലെത്തിയെങ്കിൽ അതിൽ അത്ഭുതമോ ഭാഗ്യമോ വിസ്മയമോ ഒന്നുമല്ല, പരിശ്രമത്തിൻ്റെയും പരിശീലനത്തിൻ്റെയും പ്രതിഭാവിലാസത്തിൻ്റെയും സ്വാഭാവികതയാണ് നിറഞ്ഞു നിൽക്കുന്നത്. പ്രതിഭയിൽ പാരമ്പര്യത്തിന്റെ അംശമെന്നത് എന്നും ഒരു തർക്ക വിഷയമാണെങ്കിലും തമിഴ്നാടിന്റെ പ്രാദേശിക ക്ലബ്ബ് തല മത്സര ക്രിക്കറ്റുകളിൽ ഫാസ്റ്റ് ബൗളറായിരുന്ന രവിചന്ദ്രയുടെയും ഭാര്യ ചിത്രയുടെയും മകനായി 1986 സെപ്റ്റംബർ 17 ചെന്നൈയിൽ ജനനം. ക്രിക്കറ്റ് ആ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് സാരം. അതുകൊണ്ട് തന്നെയാണ് ചെന്നൈയിലെ തന്നെ SSN കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ നിന്ന് ബിടെക് ബിരുദധാരിയായി പുറത്തിറങ്ങിയിട്ടും ആ കൈകളിൽ ബാറ്റ് ഉറച്ചിരുന്നത്. 9-ാം വയസ്സിൽ YMCAയ്ക്ക് വേണ്ടി ക്രിക്കറ്റ് കളിച്ചു തുടങ്ങിയ അശ്വിന്റെ കരിയറിന്റെ ആദ്യകാലത്ത് ചന്ദ്രശേഖർ റാവു ആയിരുന്നു പരിശീലകൻ. ഓഫ് സ്പിന്നിലേക്ക് മാറുന്നതിനു മുമ്പ് കോച്ചിന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം മീഡിയം പേസ് ബൗളിംഗ് പരിശീലിച്ചു. പിന്നീട് മുൻ സ്പിന്നർ സുനിൽ സുബ്രഹ്മണ്യം അശ്വിനെ പരിശീലിപ്പിക്കുകയും മുൻ ക്രിക്കറ്റ് താരം WV രാമൻ അശ്വിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഇന്ത്യൻ അണ്ടർ-17 ടീമിൽ ഓപ്പണിംഗ് ബാറ്ററായും അശ്വിൻ കളിച്ചിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് അശ്വിൻ ഒരു ഗോഡ് ഫാദർ ഉണ്ടെങ്കിൽ അത് സാക്ഷാൽ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ക്യാപ്റ്റൻ കൂളിന്റെ കൈപിടിച്ചാണ് അശ്വിൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പിച്ചവെച്ചത്. ചെന്നൈ സൂപ്പർ കിങ്ങിൽ ധോണിക്കു കീഴിൽ കളിച്ചു തുടങ്ങി. പിന്നീട് ധോണി ക്യാപ്റ്റനായിരുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അംഗമായി കളിച്ച് ഒടുവിൽ 2013 ഇന്ത്യ ലോകകപ്പ് കിരീടം ചൂടിയ ടീമിന്റെ ഭാഗമായി മാറാനും അശ്വിനായി. ഇത്തരത്തിൽ അശ്വിനെ ഒരു താരമായി വളർത്തിയെടുത്തതിൽ ധോണിയുടെ പങ്കും സ്വാധീനവും അനിഷേധ്യമാണ്. ആ സ്വാധീനത്തിന്റെ അനുരണനങ്ങൾ ഇരുവരുടെയും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നുള്ള വിരമിക്കലിലെ സമാനതകൾ വരെ നീളുന്നു. ധോണിയുടെ ടെസ്റ്റ് വിരമിക്കൽ ഓസ്ട്രേലിയൻ പര്യടനത്തിനിടയിൽ 3-ാം ടെസ്റ്റിലൂടെയായിരുന്നു. ഇതേ മാതൃകയിലാണ് ഇപ്പോൾ അശ്വിനും വിരമിച്ചിരിക്കുന്നത്. ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യൻ ടീമിലെത്തിയ അശ്വിന്റെ പ്രതിഭയെ തുടർന്നു വന്ന വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമെല്ലാം കൃത്യമായി അറിഞ്ഞു തന്നെ പ്രയോജനപ്പെടുത്തിയത് ഇന്ത്യൻ ടീമിന്റെ അതുല്യ സമ്പാദ്യമായി തിളങ്ങാൻ അശ്വിന് അവസരം നൽകി. തൻ്റെ 13 വർഷത്തെ കരിയറിൽ 106 ടെസ്റ്റുകളിൽ നിന്നായി 537 വിക്കറ്റുകളാണ് അശ്വിൻ നേടിയിട്ടുള്ളത്. ടെസ്റ്റിൽ 37 തവണ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി അശ്വിൻ ക്രീസിലെ തൻ്റെ വിക്കറ്റ് വേട്ടയുടെ മാറ്റ് കൂട്ടിക്കൊണ്ട് ആഗോള തലത്തിൽ ഓസ്ട്രേലിയൻ താരമായ ഷെയ്ൻ വേണിന്റെ ഒപ്പമെത്തി നിൽക്കുമ്പോൾ ഇരുവർക്കും മുകളിലായി 67 തവണ 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കിയ ശ്രീലങ്കയുടെ മുത്തയ്യ മുരളീധരൻ മാത്രമാണുള്ളത്. വലം കയ്യനായ സ്പിൻ ബൗളർ അശ്വിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ഇടം കയ്യന്മാരായ ബാറ്റർമാരുടെ വിക്കറ്റ് എടുത്ത റെക്കോർഡുമുണ്ട്. 268 ഇടം കയ്യൻ ബാറ്റർമാരെയാണ് അശ്വിൻ തൻ്റെ കരിയറിൽ ഇതുവരെ എറിഞ്ഞു വീഴ്ത്തിയത്. ബൗളിങ്ങിനും അപ്പുറം മികച്ച ഒരു ഓൾറൗണ്ടർ കൂടിയായ അദ്ദേഹം ടെസ്റ്റിൽ 6 സെഞ്ചുറികളും 14 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ
3503 റൺസ് സമ്പാദിച്ചിട്ടുണ്ട്. 2011 നവംബർ 6 ഡൽഹിയിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റ് അരങ്ങേറിയ അശ്വിൻ ബ്രിസ്ബെയിനിൽ നടന്ന ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് പരമ്പരയിലൂടെയാണ് തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിച്ചത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 41 മത്സരങ്ങൾ കളിച്ചപ്പോൾ 195 വിക്കറ്റുകളും നേടി റെക്കോർഡ് എടുത്തിരുന്ന അശ്വിൻ തന്നെയാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യമായി 100 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്നത്. 116 ഏകദിനങ്ങളും 65 T20കളും കളിച്ചിട്ടുള്ള അശ്വിൻ ഏകദിനത്തിൽ 156 പേരെയും T20യിൽ 72 പേരെയും പുറത്താക്കിയിരുന്നു. ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലും 2011, 2013 വർഷങ്ങളിലെ ചാമ്പ്യൻസ് ട്രോഫി കിരീട നേട്ടത്തിലും അശ്വിനുണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആകെ 765 വിക്കറ്റുകളാണ് അദ്ദേഹം നേടിയത്. 956 വിക്കറ്റുകൾ നേടിയ അനിൽ കുംബ്ലെ മാത്രമാണ് ഇന്ത്യക്കാരനായി അശ്വിന് മുന്നിലുള്ളത്. വിക്കറ്റ് വേട്ടയിലൂടെ ലോകതലത്തിൽ 11ാമതാണ് 38കാരനായ അശ്വിൻ വിരമിക്കുമ്പോൾ എത്തി നിൽക്കുന്നത്. 2015 ഇന്ത്യ അർജുന അവാർഡ് നൽകി അശ്വിനെ ആദരിച്ചു. 2016 ICCയുടെ ഏറ്റവും മികച്ച പുരുഷ ക്രിക്കറ്റർ, പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റർ അവാർഡുകളും അശ്വിനെ തേടിയെത്തി. 2011 മുതൽ 2020 വരെയുള്ള ദശാബ്ദത്തിലെ ICC തിരഞ്ഞെടുത്ത ടെസ്റ്റ് ടീമിലും അശ്വിൻ ഉണ്ടായിരുന്നു. ബ്രിസ്ബെയിനിൽ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം മഴ മൂലം തടസ്സപ്പെട്ട അവസരത്തിൽ അശ്വിനും കോഹ്ലിയും പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. ശേഷം അവർ തമ്മിൽ ആശ്ലേഷിക്കുകയും ചെയ്തിരുന്നു. ഒരു വിരമിക്കലിന്റെ സൂചന അപ്പോൾ മാത്രമാണ് ഉണ്ടായത്. കരിയറിന്റെ പീക്കിൽ നിൽക്കുമ്പോൾ, ഏറ്റവും ഫോമിലായിരിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു അപ്രതീക്ഷിതമായ വിരമിക്കൽ എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. അല്ലെങ്കിലും സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണമെന്നാണല്ലോ. ഫോമിൽ നിന്നും മാറും മുൻപ് തന്നെയുള്ള അശ്വിന്റെ ഈ പിൻവാങ്ങൽ അദ്ദേഹത്തിന്റെ കരിയറിനെ മാറ്റൊട്ടും കുറയാതെ തന്നെ ആരാധക വൃന്ദങ്ങൾക്കിടയിൽ ഒരു വിസ്മയമായി നിലനിർത്തും. 14 വർഷത്തെ തന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് അശ്വിൻ തിരികെ തന്റെ ജന്മനാട്ടിൽ IPL ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബാറ്റും പന്തും കയ്യിലെടുത്ത് വിശ്രമ ജീവിതത്തിലും ക്രിക്കറ്റിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോവാനൊരുങ്ങുമ്പോൾ പറഞ്ഞു തുടങ്ങിയ അതേ വാക്കുകളിൽ അവസാനിപ്പിക്കുകയാണ്. അശ്വിൻ എന്ന രവിചന്ദ്ര അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുമ്പോൾ ഇന്ത്യക്ക് നഷ്ടമാകുന്നത് ഏത് ദുർഘട സമയത്തും എടുത്തു പ്രയോഗിക്കാമായിരുന്ന വജ്രായുധങ്ങളിലൊന്നാണ്. നന്ദി.